ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യമ്മി സോഫ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രോപ്പർ റെസിപ്പിയൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഒരു എഗ്ഗ് വിത്ത് എഗ്ഗുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു വലിയ റൗണ്ട് ബൗളിലേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. വലിയ ബൗൾ എടുക്കാൻ കാരണം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പം അങ്ങനെ എടുക്കുന്നതായിരിക്കും. എഗ്ഗ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഒരു 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് തിളപ്പിച്ച് ആറ്റിയ പാലാണ് എത്ര നല്ലത് ഒഴിക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക് ഒരു 1/2 കപ്പ് ഒഴിക്കുക. അതേ അളവിൽ നല്ല കട്ട തൈര് പുളിയില്ലാത്തത്. പിന്നെ ഒരു 1/2 കപ്പ് എണ്ണ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരു 3 സ്പൂൺ വനില എസൻസ് ചേർക്കുന്നുണ്ട്. വനില എസൻസ് നല്ല ഒരു കേക്കിൻ്റെ സ്മെല്ല് കിട്ടാനായിട്ട് വനില എസൻസ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു അരിപ്പ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഒരു 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ, അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ എടുത്തേക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ്. അതിങ്ങനെ അരിച്ചെടുക്കാൻ കാരണം ആ തരി ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ 1.5 കപ്പ് പഞ്ചസാര, നമ്മൾ മൈദ എത്ര എടുക്കുന്നോ അത്രയും അളവിന് പഞ്ചസാര, ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഒരു 1/2 സ്പൂൺ ബട്ടർ. ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ അതേ അളവിലൊരു കുറച്ച് എക്സ്ട്രാ നമ്മൾ ഒഴിച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതിയായിരിക്കും. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലൊരു മിക്സിങ് ഒരു സ്പൂൺ ഉണ്ടല്ലോ, നന്നായിട്ട് വിസ്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് എടുത്തിട്ട് അത്യാവശ്യം ഒരു 10 മിനിറ്റോളമൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തരിയില്ലാണ്ട് പക്ഷെ അത്യാവശ്യം നല്ല സ്മൂത്ത് ബാറ്റർ കിട്ടുന്ന വരെ മിക്സ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് നിങ്ങൾക്ക് കേക്കിൻ്റെ ഷേപ്പിലുള്ള സ്ക്വയറോ റൗണ്ടോ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത്, അപ്പോൾ ഞാനത് എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഒന്ന് പകുതി അളവിൽ ഒഴിച്ചേക്കണം. ഇത് പൊങ്ങൂലോ, അത് കാരണം ഞാനൊരു കുറച്ച് പകുതി അളവിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്സ്. എന്നിട്ടിപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് കേക്ക് ചെയ്യണത്. അപ്പോൾ എയർ ഫ്രയർ ഒരു 35 മിനിറ്റ് 175 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത്, അത് എയർ ഫ്രയറിൽ തന്നെ പ്രീ ഹീറ്റ് ആവും. അതിന് ശേഷമാണ് ഫുഡ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ വരെ. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതേ അളവിൽ 2 കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ഈ സൈസിലുള്ള 2 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയ സ്ക്വയർ പാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവനിൽ വെച്ചുണ്ടാക്കി കറക്റ്റായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഹാർഡ് പാട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് കുറച്ച് ചൂട് പാലിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നില്ല, തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ചുമ്മാ ഒരു പാത്രത്തിൽ ചോക്ലേറ്റിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ.